മൂന്നാർ പള്ളിവാസലിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ പോലീസ് അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ മൂന്നാർ SHO വിനോദ് കുമാറിനെതിരെ നടപടിക്ക് സാധ്യത. നാർക്കോട്ടിക് സെൽ DYSP ജില്ലാ പോലീസ് മേധാവിക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ജീപ്പ് ഡ്രൈവറെ SHO ചാടി ചവിട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷത്തിനിടെയായിരുന്നു സംഭവം. വിവരങ്ങൾ സുബിനാണ് നൽകുന്നത്. സുബിൻ, ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ SHO ചാടി ചവിട്ടുന്നുണ്ട്. അവിടെ വലിയ ആൾക്കൂട്ടം കാണുന്നുണ്ട്, നേരിയ സംഘർഷം ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ നടപടി ഉണ്ടാകുന്നത്? തീർച്ചയായും അത്തരത്തിലാണ്. അതായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ കരുനാഗപ്പള്ളിയിലെത്തിയ വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടാകുന്നത്. ജീപ്പിന് മുകളിൽ കയറിയിരുന്നത് വിനോദസഞ്ചാരികൾ ഓഫ് റോഡ് ജീപ്പിന് മുകളിൽ കയറിയിരുന്നത് ഡ്രൈവർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഇതിന് പിന്നാലെ തന്നെ ആദ്യഘട്ടത്തിൽ അവിടെ എത്തിയത് മൂന്നാർ പോലീസാണ്. മൂന്നാർ CI വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് അവിടെ എത്തുന്നത്. ഈ സംഘം എത്തിയത് വിനോദസഞ്ചാരികൾ വിളിച്ച് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഇവർ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് നേരെ പോലീസിന്റെ അതിക്രമം ഉണ്ടാകുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അവിടെ ജീപ്പ് ഡ്രൈവറായ ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇയാളെയാണ് ഈ CI പുറകിൽ നിന്ന് ചവിട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. നാർക്കോട്ടിക് DYSP ആണ് അന്വേഷണം നടത്തുന്നത്. അദ്ദേഹം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ മൂന്നാർ CIക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായും വെള്ളത്തൂവൽ പോലീസിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു പ്രദേശമാണ്. വെള്ളത്തൂവൽ പോലീസാണ് നിലവിൽ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നത്. ഈ കണ്ടാലറിയാവുന്ന 20ഓളം പേർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതായത് വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ നാട്ടുകാരും ഉൾപ്പെടെ ഏകദേശം 20ഓളം പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. മൂന്നാർ പോലീസ് ഈ വെള്ളത്തൂവൽ പോലീസ് പരിധിയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം ഉൾപ്പെടെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള നാർക്കോട്ടിക് DYSP നിലവിൽ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക. ഇതിൽ കൃത്യമായി വകുപ്പുതല നടപടി വേണമെന്നുള്ള ആവശ്യം ഉയരുമെന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് നേരെ അതിക്രമം നടത്തിയ SHOയ്ക്കെതിരെ ഇപ്പോൾ നടപടി വന്നിരിക്കുകയാണ്. ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് നടപടി. സുബിനാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്.